നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ പോകുന്ന രണ്ടുപേര് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാണ്. ആ രണ്ടുപേരും ഒരേ രീതിയിലാണോ ആ ഒരു ബ്രേക്കപ്പിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ രണ്ട് രീതിയിലാണ് ആൾക്കാർ ആ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കാണുന്നത്. ആദ്യത്തെ ആൾ ശരിക്കും ഒരു പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ടീവ് സിസ്റ്റോ അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജിയോ ഒക്കെ കൊണ്ടിട്ട് അവർക്ക് ആ പെയിനെ പെട്ടെന്ന് മറികടക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ആൾക്ക് ചിലപ്പം ആ ഷോക്കിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലായിരിക്കും, ഒരു ഡീപ്പ് സാലൻസ് അല്ലെങ്കിൽ ഒരു നംനെസ്, മരവിപ്പ് പോലെ അനുഭവപ്പെടുന്നത്. വേറൊരാളോട് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും അവർക്ക് ചിലപ്പം അറിയുണ്ടാവില്ല. ഇതിൽ രണ്ടാമത്തെ ആൾ കടന്നു പോകുന്നത് ശരിക്കും ട്രോമയിലൂടെയാണ്. ട്രോമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡീപ്പ് സൈക്കോളജിക്കൽ വോണ്ടാണ്. അതിന് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പേഴ്സണിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു മെൻ്റൽ കണ്ടീഷനായിട്ട് മാറും. എല്ലാ പെയിൻസും ട്രോമയല്ല. പെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിയാക്ഷനാണ്. എന്തെങ്കിലും ഒരു സാഡ് സിറ്റുവേഷനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് പെയിൻ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ട്രോമ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഡീപ്പായിട്ട് വരുന്ന ബോണ്ടാണ്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കണ്ടീഷനിൽ പുറത്ത് വരാൻ പറ്റൂ.